നിഖിൽ, കോഴിക്കോട്ടെ സ്ഥിതി എന്താണ്? വിമതശല്യം എത്രത്തോളം ഉണ്ട് കോഴിക്കോട്? അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് 3 മണിയാണ്. അത് കഴിഞ്ഞാൽ മത്സരചിത്രം തെളിയും. എന്താണ് നിലവിലെ സാഹചര്യം? രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടോ? കോഴിക്കോട് ആകെ 9,761 സ്ഥാനാർത്ഥികളാണ്. 118 പത്രികകൾ ഇന്നലെ തള്ളി. അപ്പോഴും UDF-നും LDF-നും BJP-ക്കും തലവേദനയായ വിമതശല്യം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോട്ടെ സാഹചര്യം പരിശോധിച്ചാൽ UDF-നാണ് ഒരല്പം വിമതശല്യം കൂടുതലായവരെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുന്നമംഗലത്തെ കാരശ്ശേരി ഡിവിഷനിൽ UDF-ന് 5 പ്രമുഖ വിമതരാണുള്ളത്. ഈ 5 പേരും പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി VN ഷുഹൈബിനെതിരെയാണ് DCC മെമ്പർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ ഞാനുള്ള ഫറോക്ക് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് സമീപകാലത്ത് UDF-ലേക്ക് എത്തിയ സനൂബിയ നിയാസ് എന്നയാൾക്ക് സീറ്റ് നൽകാതിരുന്നതോടെ അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇയാളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെങ്കിലും അവ ഒരു തരത്തിലുമുള്ള അനുനയത്തിനും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിമതശല്യം കോഴിക്കോട് ജില്ലയിലും UDF-ന് ഒരു തലവേദനയായി മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ നമുക്കറിയാം, നേരത്തെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ മത്സരിക്കുന്ന പനമര ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ബിനു ജേക്കബാണ് പത്രിക നൽകിയിട്ടുള്ളത്. ഷംസാദ് മരക്കാർ നമുക്കറിയാം വളരെ പ്രായം കുറഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ 5 വർഷം നിരവധി തവണ വയനാട്ടിലെ വിവിധ വിഷയങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക് അടക്കം കൊണ്ടുവന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ സീറ്റ് നൽകുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉയർന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജംഷീർ പള്ളിവയലാണ്. പള്ളിവയൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള വിവിധ സമരങ്ങളിൽ മുൻനിരയിൽ നിന്ന് അതിനെ നയിച്ചിട്ടുള്ള ആളാണ്. പള്ളിവയലിന് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് അദ്ദേഹം വിമതനായി മത്സരിക്കാനുള്ള പത്രിക നൽകിയിരുന്നു. എന്തായാലും കെ മുരളീധരൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. 4 വൈകുന്നേരത്തിന് മുൻപ് ഈ പത്രിക പിൻവലിക്കാത്ത ഒരാളും പാർട്ടിയിൽ കാണില്ല എന്ന് പറയുമ്പോൾ ഈ നേതാക്കളിൽ എത്ര പേർക്ക് ഇനി മത്സരിക്കാൻ കഴിയുമെന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അവസാനവട്ട ചർച്ചകൾ എന്ന് പറയുന്നത് ഈ വിമതരെ കൊണ്ട് അവരുടെ പത്രിക പിൻവലിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നലെ പാണക്കാട് മുനീറലി ശിഹാബ് തങ്ങൾ തന്നെ കോഴിക്കോടെത്തി പല വിമതരുമായി നേരിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, പരമാവധി ഇത്തരത്തിൽ വിമതർ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവരുടെ പത്രിക പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അവസാന ഘട്ടത്തിൽ, അന്തിമഘട്ടത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പേരിലേക്ക് എത്തിച്ചേരും. ഒരൊറ്റ ആളെ ഒരിടത്ത് മത്സരിക്കാൻ ഉണ്ടാകൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നാദാപുരത്ത് CPI-യും CPM-ഉം ഒരേ വാർഡിൽ നേരിട്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ വിമതശല്യം അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി നിഖിൽ പ്രമേഷ് ആണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.